കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 31:1. എങ്കിലും മുമ്പന്മാർ പലരും പിമ്പന്മാരും, പിമ്പന്മാർ മുമ്പന്മാരും ആകും എന്ന് ഉത്തരം പറഞ്ഞു. സ്വർഗത്തിലെ അപ്പൻ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായ നമ്മെ വിലയിരുത്തുന്നത് ഈ ലോകം നമ്മെ വിലയിരുത്തുന്നത് പോലെ അല്ല, നമ്മുടെ കൂടെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ നമ്മെ വിലയിരുത്തുന്നത് പോലെയും അല്ല. മനസ്സിലായോ? നമ്മളുടെ വിലയിരുത്തലുകളൊക്കെ തെറ്റുവരാം. സ്വർഗത്തിലെ ദൈവം ഓരോ മനുഷ്യനെയും, പ്രത്യേകിച്ച് ദൈവമക്കളെ സസൂക്ഷ്മം നോക്കിയിരിക്കണം. അവരെ ദാവീദിനെ തിരഞ്ഞെടുത്ത് രാജാവായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ മനുഷ്യന്റെ ഹൃദയത്തെ നോക്കി തിരഞ്ഞെടുത്തു എന്ന് നമ്മൾ കണ്ടു. അതുപോലെ നമ്മയും ഹൃദയത്തെ നോക്കി നമ്മെ വിലമതിക്കുകയും നമ്മെ ഓരോ സ്ഥാനങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യും. അതുകൊണ്ട് നമ്മുടെ ചിന്തയിൽ നാം മുൻപിൽ നിൽക്കുന്നവരാണ്. ഞാൻ എപ്പോഴും മുമ്പിൽ നിൽക്കുന്നവരാണ്. എന്നെ കൂടാതെ ആർക്കും മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. എനിക്ക് മാത്രമേ അങ്ങനെ പറ്റൂ. ഞാൻ മാറിക്കൊടുത്താൽ വേറെ ആളുകൾ, ചെറുപ്പക്കാരൊക്കെ വന്നത് അത് ഇല്ലാതാക്കിക്കളയും. എനിക്ക് 10-60 വർഷത്തെ പ്രാക്ടീസ് ഉണ്ട്. അല്ലെങ്കിൽ ഇത്രയും കാലമായി സുവിശേഷ വേല ചെയ്യുന്നയാളാണ്, ബൈബിളൊക്കെ പഠിപ്പിക്കുന്നയാളാണ് എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നമ്മൾ വിലയിരുത്തും. കർത്താവ് ഇവിടെ പറയുന്നത് മുമ്പിലുള്ളവര് പിമ്പിലേക്ക് പോവുകയും പിമ്പിലുള്ളവർ മുമ്പിലേക്ക് വരികയും ചെയ്യുന്നു. ഈ മുമ്പിലുള്ളവർ എന്ന് പറയുന്ന ആരാ? ഇങ്ങനെ ദീർഘകാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ നല്ല കുടുംബത്തിൽ ജനിച്ചു വന്നിരിക്കുന്ന, കുറച്ച് വിദ്യാഭ്യാസവും കുറച്ച് ഇംഗ്ലീഷും കുറേ ഭാഷകളൊക്കെ അറിയാവുന്നവരൊക്കെ ആയിരിക്കും. ദേഹവരങ്ങളൊക്കെ ശ്രദ്ധിച്ചവരായിരിക്കും. കാണാൻ നല്ല അഴകുള്ള ഹാൻഡ്സമായിട്ടുള്ള ഫീച്ചറുള്ളവരായിരിക്കും. നല്ല ആത്മീയങ്ങളായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളവർ അവർ മുമ്പിൽ നിൽക്കുന്നവരാണ്. അവരങ്ങ് അനുഗ്രഹിക്കപ്പെടുന്നു, അവരുടെ വീട് അനുഗ്രഹിക്കപ്പെടുന്നു, അവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു. നമ്മളങ്ങനെ ചിന്തിക്കും. മനുഷ്യരുടെ വിലയിരുത്തൽ അങ്ങനെയാണ്. പക്ഷേങ്കിൽ സ്വർഗത്തിലെ അപ്പനാണ് വിലയിരുത്തുന്നത്. ആ ദൈവത്തിന്റെ രാജ്യത്തിലെ അംഗങ്ങൾ മാത്രമല്ല, ഈ ലോകത്തിലുള്ള അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും ദൈവം വിലയിരുത്തി ആക്കിയിരിക്കുന്നവർ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ദൈവമാണ് ഭരിക്കുന്നത്. ഇനി ആരാണ് ഈ പിമ്പിലുള്ളവർ മുമ്പിലാകുമെന്ന് പറഞ്ഞത്? ആരാണ് ഈ പിമ്പിലുള്ളവര്? ഇപ്പോ ഒരുപക്ഷെ അവസരങ്ങളൊക്കെ നിഷേധിച്ച് നെഗ്ലക്ട് ചെയ്ത് മാറ്റി നിർത്തിയിരിക്കുന്നവരായിരിക്കും. പക്ഷെ അവരുടെ ഹൃദയം സംശുദ്ധമായി ദൈവത്തിന്റെ കണക്കിൽ വിലയിരുത്തൽ നല്ല ആളുകളാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി മുമ്പിലിരിക്കുന്നയാള് ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ദൈവം വിലയിരുത്തിയിരിക്കുന്നതിൽ മൈനസ് മാർക്ക് വന്നവയാണ്. നീ മാറിക്കൊടുക്കേണ്ടി വരും. അതാണ് കർത്താവ് അവിടെ പറയുന്നത്. പലരും പിമ്പന്മാരും. പത്രോസ്, അതാണ് ആ 28-ാം വാക്യം മുതൽ 10:28 മുതൽ 31 വരെ വായിക്കണം. അപ്പോഴേ മനസ്സിലാവുള്ളൂ. പത്രോസ് ഞങ്ങള് എന്താണ് അവിടുത്തെ വാക്കനുസരിച്ച് ഇറങ്ങി തിരിച്ചു, ഞങ്ങൾക്ക് എന്താണ് പ്രതിഫലം എന്നുള്ളത് പോലെ ചോദിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ഇങ്ങനെ മുമ്പിൽ നിന്ന് വാചകക്കാസ് നടത്തുന്നവര് മാറി നിൽക്കേണ്ടി വന്നേക്ക് എന്ന കർത്താവ്. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തില് മുമ്പില് നിൽക്കുന്നവര് നമ്മളെപ്പോഴും നെഗ്ലക്ട് ചെയ്തു മാറ്റി നിർത്തിയിരിക്കുന്നവര്, പക്ഷേ അല്ലെങ്കിൽ അടുത്ത തലമുറ നമുക്ക് ചോദ്യം ചെയ്യാനൊന്നും പാടില്ല. അവരടുത്ത തലമുറയാണ്, അവർ പയ്യന്മാരാണ്, ചെറുപ്പക്കാരാണ്. അവരെ ദൈവം കണ്ടിട്ടുണ്ട്. കാരണം ഇത് സ്ഥിരതയോടെ ദൈവരാജ്യം പോകണം, അല്ലാതെ കുറെ കാലത്തേക്ക് വേണ്ടി മാത്രമല്ല. അതിന് നമ്മൾ മാറിക്കൊടുക്കേണ്ടി വരും. കർത്താവിൻ്റെ മക്കളെ, നമ്മളെ പുതിയ തലമുറയെ നമ്മൾ എന്ത് ചെയ്യരുത്? ഉപദേശിപ്പാൻ നാം തുനിയരുത്. നമ്മൾ ഒരുപാട് അനുഭവമുള്ളവരൊക്കെ ആയിരിക്കും. നമ്മുടെ അനുഭവങ്ങളെല്ലാം അവരുടെ തലയിലിടാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ അവരുടെ
അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. നമ്മുടെ അനുഭവങ്ങളും വ്യത്യസ്തമാണ്. നമ്മുടെ കഥകളൊക്കെ കേട്ടുകൊണ്ടിരിക്കാൻ അവർക്ക് സമയമില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരെ, അതായത് വരുന്ന തലമുറയെ നമ്മൾ വിഷമിപ്പിക്കരുത്, അവരെ പ്രൊവോക്ക് ചെയ്യരുത്, ബുദ്ധിമുട്ടിക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ വിഷൻ, നമുക്ക് ലഭിച്ചിരുന്ന വിഷൻ, അങ്ങ് 70കളിൽ ലഭിച്ചിരുന്ന വിഷനാണ് നമ്മൾ കൊണ്ട് നടക്കുന്നത്. നമ്മുടെ വിഷനും അവർക്ക് ദൈവം കൊടുക്കുന്ന വിഷനും തമ്മിൽ വ്യത്യാസം കാണും. അപ്പം അതുകൊണ്ട് നമ്മുടെ വിഷൻസ് അവർക്ക് അടിച്ചേൽപ്പിക്കരുത്. ഇന്നത്തെ പുതിയ തലമുറയെ നമ്മൾ ഇരുത്തി ഉപദേശിച്ച് നമ്മളെ പോലെ ചെയ്യണമെന്ന് നമ്മൾ വിചാരിക്കരുത്. നമ്മുടെ ആഗ്രഹം അതുപോലെ അവരെ അടിച്ചേൽപ്പിക്കരുത്. ഞാൻ നടന്ന പോലെ അവർ നടക്കണം, ഞാൻ ഇരിക്കുന്നത് പോലെ ഇരിക്കണം, ഞാൻ ഭാവിക്കുന്ന പോലെ അവരും ഭാവിക്കണമെന്ന് ചിന്തിക്കരുത്. പുതിയ തലമുറയെ ദൈവം വ്യത്യസ്തമായിട്ട് നിർമ്മിച്ചിരിക്കുന്നു. വ്യത്യസ്തമായിട്ടാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വെറുതെ അവരെ കുറ്റം പറയരുത്, അവരെ ക്രിറ്റിസൈസ് ചെയ്യാൻ നിൽക്കരുത്. അവരെ നമ്മിൽ നിന്ന് ഒഴിഞ്ഞു മാറും, ദൈവരാജ്യത്തിൽ നിന്ന് അകന്നു പോകും. അതിനിടവരുത്തരുത് കർത്താവ് നമ്മോട് ചോദിക്കും. സോ പുതിയ തലമുറയുടെ നന്മയിൽ നമ്മളും സന്തോഷിക്കണം, അവരുടെ നേതൃത്വത്തിനെ നമ്മൾ അംഗീകരിക്കണം. അതുപോലെ തന്നെ നമ്മുടേതായ ആത്മീയ വരങ്ങൾ അവർക്ക് പങ്കിട്ട് കൊടുക്കുവാൻ പ്രാർത്ഥനയിൽ കൂടണം, അവരെ പ്രോത്സാഹിപ്പിക്കണം. എപ്പോഴും അവരെ പ്രോത്സാഹിപ്പിക്കുന്നവരായിരിക്കണം. മുതിർന്നവരായ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പ്രാർത്ഥന, ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ നമുക്ക് വേണം. വായനയിൽ അധികം സമയം ചിലവഴിക്കണം, എഴുതുവാനുള്ള സമയം ചിലവഴിക്കണം. ഇതുപോലുള്ള കാര്യങ്ങളിലാണ് നമ്മൾ നിൽക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദേശത്തെ മുഴുവനും ഓർത്ത് പ്രാർത്ഥിക്കണം. പുതിയ തലമുറയെ ഓർത്ത്, പ്രത്യേകം പുതിയ നേതൃത്വങ്ങളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് മുമ്പിലുള്ളവർ ആയിരിക്കുന്ന നമ്മൾ മാറിക്കൊടുക്കേണ്ടി വരും. പിമ്പിലുള്ളവർ വന്നേ തീരൂ, എന്നാലേ ദൈവരാജ്യം വളരുകയുള്ളൂ. ആമേൻ.